നമസ്തേ. ഇന്ന് ഗ്രഹങ്ങളുടെ വാസസ്ഥാന ഭേദത്തെ പറ്റി പറയാം. ഗുരുവും ബുധനും ഗ്രാമചര ഗ്രഹങ്ങളാകും. സൂര്യൻ, ചൊവ്വ, ശനി, രാഹു എന്നിവർ വനവാസികളാകുന്നു. ചന്ദ്രനും ശുക്രനും ജലത്തിൽ വസിക്കുന്നു. അങ്ങനെയാണ്. വ്യാഴവും ബുധനും ഗ്രാമചര ഗ്രഹങ്ങളാകുന്നു. എന്നുവെച്ചാൽ ഗ്രാമത്തിൽ ചലിക്കുന്നു. സൂര്യൻ, കുജൻ, ശനി, രാഹു എന്നിവർ വനവാസികളാകും. ചന്ദ്രനും ശുക്രനും ജലത്തിൽ വസിക്കുന്നു. ഭോജന പ്രശ്നം, നഷ്ടപ്രശ്നം മുതലായവയിൽ ഈ സ്ഥാനഭേദം ചിന്തിക്കാൻ അവസരമുണ്ടാകും. ഗുരു നഗരത്തിലോ ഗ്രാമത്തിലോ എവിടെയായാലും ബ്രാഹ്മണ ഗ്രഹത്തിൽ വസിക്കുന്നു. ബുധൻ പട്ടണത്തിലോ ജനപദത്തിലോ താമസിക്കുന്നു. ശനി കൊടുങ്കാട്ടിലോ ശ്മശാനത്തിലോ വസിക്കുന്നു. രാഹു ചിതൽപുറ്റ്, തടാകം, ഗുഹ, ദ്വാരങ്ങൾ, വള്ളിക്കുടൽ മുതലായവയിൽ വസിക്കുന്നു. ശുക്രൻ ജലചരനായ മനുഷ്യനാകുന്നു. ആഴം കുറഞ്ഞ വെള്ളമാണ് ശുക്രന്റെ സ്ഥാനം. ചന്ദ്രൻ അഗാധമായ ജലത്തിൽ വസിക്കുന്നു. സരീസൃപനായ ചന്ദ്രൻ ഗ്രാമത്തിൽ നിന്ന് വനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ശുക്രൻ വനത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളിലും ചിന്തിക്കാൻ ഉള്ളതാണ്. എന്തായാലും പറഞ്ഞത്, ശനി കൊടുങ്കാട്ടിലോ ശ്മശാനത്തിലോ വസിക്കുന്നു. രാഹു ചിതൽപുറ്റ്, തടാകം, ഗുഹ, ദ്വാരങ്ങൾ, വള്ളിക്കുടിൽ മുതലായവയിൽ വസിക്കുന്നു. ശുക്രൻ ജലചരനായ മനുഷ്യനാകുന്നു. ആഴം കുറഞ്ഞ വെള്ളമാണ് ശുക്രന്റെ സ്ഥാനം. ചന്ദ്രൻ അഗാധമായ ജലത്തിൽ വസിക്കുന്നു. സരീസൃപനായ ചന്ദ്രൻ ഗ്രാമത്തിൽ നിന്ന് വനത്തിലേക്ക് സഞ്ചരിക്കുന്നു. ശുക്രൻ വനത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ചിന്തിക്കും. നമ്മൾ ശുക്രനെ കൊണ്ട് ഒരാളെ ചിന്തിച്ചാല് അയാള് വനത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോവുകയാണ് എന്ന് പറയും. വ്യാഴാണെങ്കിൽ അയാൾ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിൽ എവിടെയായാലും ഗ്രാമഗൃഹത്തിലാണ് താമസിക്കുന്നത് എന്ന് പറയും. കള്ളനായാലും കാണാതെ പോയ ആളായാലും പിന്നെ പ്രവാസിയായാലും ഏത് കാര്യത്തിലാണ്. ബുധൻ പട്ടണത്തിലോ ജനപദത്തിലോ താമസിക്കുന്നു. ബുധൻ ജനങ്ങളുള്ളിടത്താണ് താമസിക്കുന്നത്. ശനി കൊടുങ്കാട്ടിലോ ശ്മശാനത്തിലോ വസിക്കുന്നു. ശനിക്ക് കൊടുങ്കാട്, ശ്മശാനം, പിന്നെ ചുടുകാടൊക്കെയാണ് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ. അപ്പൊ അവിടെ പോയി താമസിക്കുന്നത്. രാഹു ചിതൽപുറ്റ്, തടാകം, ഗുഹ, ദ്വാരങ്ങൾ, വള്ളിക്കുടിൽ മുതലായ വസിക്കുന്നു. പാമ്പ് പോലുള്ള സാധനത്ത് ചിതൽപുറ്റ്, തടാകം, ഗുഹ, ദ്വാരങ്ങൾ അങ്ങനെയുള്ളതില് വള്ളിക്കുടിൽ മുതലായ വസിക്കുന്നു. ശുക്രൻ ജലചരനായ മനുഷ്യൻ. വെള്ളമുള്ളിടത്ത് ശുക്രൻ താമസിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ശുക്രനുള്ളിടത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ അയാളാണെങ്കിലോ കാട്ടിൽ നിന്ന് പിന്നെ ഗ്രാമത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ചന്ദ്രനാണ് ഗ്രാമത്തിൽ നിന്ന് പിന്നെ വനത്തിലേക്കാണ് പോകുന്നത് ചന്ദ്രൻ. ഇങ്ങനെ വിഷയങ്ങളെ ആൾക്കാർ എവിടെയാണ് നിൽക്കുന്നത്, കാണാതായി പോയ ആളെ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ ചിന്തിക്കാൻ ഈ സ്ഥാനം കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഗ്രഹങ്ങൾക്ക് ബലമുള്ളതായിരുന്നാൽ ഭോജനം കാട്ടിലായിരുന്നോ ഗ്രാമത്തിലായിരുന്നോ എന്നറിയും. ഭോജന പ്രശ്നം പാത്രവും നഷ്ടദ്രവ്യവും മുഷ്ടിപ്രശ്നത്തിലും മുഷ്ടിയിൽ ഇരിക്കുന്ന ദ്രവ്യം ഗ്രാമത്തിലുള്ളതോ വനത്തിലുള്ളതോ എന്നറിയാം. ഗ്രാമരാശിയിൽ പൗരഗ്രഹം എന്നാൽ ഗ്രാമത്തിൽ ജനിച്ചവനും ഉണ്ടാകും എന്ന് പറയാം. പൗരഗ്രഹം ആരണ്യ രാശിയിൽ നിന്നാൽ പട്ടണത്തിൽ ജനിച്ചവനും ആരണ്യവാസിയുമാണെന്ന് പറയും. പൗരന്മാരെന്നുള്ള വിഷയം. സൂര്യൻ ഉച്ചയ്ക്ക് മുമ്പ് ഗ്രാമജനങ്ങളെയും പൗരന്മാരെയും സൂചിപ്പിക്കുന്നു. അപരാഹ്നത്തിൽ ഗ്രാമത്തിലേക്ക് വരുന്നവരാണ്, അല്ലെങ്കിൽ പുറപ്പെട്ടു പോകുന്നവരാണ്. ഗുരു, ബുധൻ, ശനി എന്നിവർ എല്ലായ്പ്പോഴും പൗരന്മാർ തന്നെയാണ്. ഗുരുവിനെ കൊണ്ടും ബുധനെ കൊണ്ടും ശനിയെ കൊണ്ടും ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ ചിന്തിക്കുന്നു. സൂര്യൻ കാലത്താണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പാണെങ്കിലും ഗ്രാമത്തിലുള്ളവരാണ്, അതല്ലെങ്കിൽ വന്നു പോയിക്കൊണ്ടിരുന്ന അന്യദേശക്കാരാണ്. കേതു, രാഹു, ശുക്രൻ, ചൊവ്വ എന്നിവർ സ്ഥലവാസികളല്ല, വരത്തന്മാരാണ്. ഈ വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേതു, രാഹു, ശുക്രൻ, ചൊവ്വ ഇവർ സ്ഥലവാസികളല്ല, വരത്തന്മാർ. അവർ ബിസിനസ്സിന് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയും ഒക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇത് ആൾക്കാരെ തിരിച്ചറിയാനുള്ള ഒരു വിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് സൂര്യൻ ഉച്ചയ്ക്ക് പിന്നെ മധ്യാഹ്നേ അർക്കസ്തുഹിനകിരണോ നിത്യമാക്രാന്ത സജ്ഞ പൗര പൂർവേ ഭവതി ദിനകൃ ആയി സജ്ഞോ അന്ത്യസംസ്ഥ ജീവ സൗരി ഹിനകിരണ സ്യാത്മജേതി പൗര.
കേതുർയായി സ ഭൃഗുജ കുജസിംഹിക നന്ദനശ്ച. ഇത് യോഗയാത്രയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഇതിന്റെ പിന്നെ കൃഷ്ണീയത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യൻ ഉച്ചയ്ക്ക് മുമ്പ് ഗ്രാമജനങ്ങളെയും പൗരന്മാരെയും സൂചിപ്പിക്കുന്നു. ഉച്ച തിരിഞ്ഞാല് ഗ്രാമത്തിലേക്ക് വരുന്നവരാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരാണ്. ഗുരു, ബുധൻ, ശനി എന്നിവര് എല്ലായ്പ്പോഴും പൗരന്മാർ തന്നെയാണ്. രാഹു, കേതു, ശുക്രൻ, ചൊവ്വ എന്നിവർ സ്ഥലവാസികളല്ല, വരുത്തന്മാരാണ്. അവര് നാടോടികളായിട്ടോ അതിൽ കച്ചവടത്തിനായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്നവരെയാണ് രാഹു, കേതു, ശുക്രൻ, ചൊവ്വ എന്നിവർ. സൂര്യൻ ഉച്ചയ്ക്കും ചന്ദ്രൻ പകലും നേതാവ് എന്ന പേരോട് കൂടിയവരായി. സൂര്യന് ആ സ്ഥലത്തെ നേതാവിന്റെ ഒരു സ്ഥാനം ഉണ്ടാവും. രാത്രിയാണെങ്കിൽ ചന്ദ്രനാണ് നേതാവ് എന്നില്ല. അതിനാണ് യോഗയാത്ര എന്നുള്ള ഉത്സവം. മധ്യാഹ്നേ അർക്കസ്തുഹിനകിരണോ നിത്യമാക്രാന്ത സ്വപ്ന പൗര പൂർവേ ഭവതി ദിനകർ ആയി എന്ന് വെച്ചാൽ വരുന്നവരും. സ്വപ്നോ അന്ത്യസംസ്ഥ ജീവ സൗരി സ്തുഹിനകിരണ സ്യാത്മജ ചേതി പൗര കേതുർയായി സ ഭൃഗുജ കുജ സിംഹിക നന്ദനശ്ച. അപ്പൊ ഇവരൊക്കെ വരത്തന്മാരാണ്. ആരൊക്കെ? രാഹു, കേതു, ശുക്രൻ, ചൊവ്വ എന്നിവര് സ്ഥലവാസികളല്ല, അവർ വരുന്നവരാണ്. മറ്റു ദേശങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ടോ അതല്ലെങ്കിൽ പണം കടം കൊടുക്കാനോ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നവരെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് വരുത്തന്മാരെന്ന്. സൂര്യനെ കൊണ്ട് ഉച്ചവരെ പൗരന്മാര്, അതിനുശേഷം ഗ്രാമത്തിലേക്ക് പോകുന്നവരോ ഗ്രാമത്തിൽ നിന്ന് പോകുന്നവരോ അല്ലെങ്കിൽ വരുന്നവരോ ആയിട്ട് കണക്കാം. സൂര്യനും ചന്ദ്രനും പകല് സൂര്യൻ നേതാവും രാത്രി ചന്ദ്രൻ നേതാവുമായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരാണ് ആള്? ഈ നാട്ടുകാരനാണോ അല്ലയോ? ഒരു കുറ്റകൃത്യം ചെയ്ത ആള് ഈ നാട്ടുകാരനാണോ അല്ലയോ? വർത്തനാണോ? എവിടെ നിന്ന് വന്നു? ഏത് ദിക്കിൽ നിന്ന് വന്നു? എത്ര ദൂരത്തു നിന്ന് വന്നു? എന്താണ് അയാളുടെ ഉദ്ദേശം? എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രഹങ്ങളുടെ വാസസ്ഥല ഭേദവും പൗരന്മാർ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്ത വിഷയങ്ങൾ കൃഷ്ണീയത്തില് ഈ കാര്യങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശരി, ഇതിനെ കൊണ്ട് നിർത്താം. നമസ്തേ.